ഹായ് എവരി വൺ. അപ്പം നമ്മുടെ ഓണം സദ്യ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം രാത്രി തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യമേ തന്നെ സാമ്പാറാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പം നിങ്ങളെയും അതിനകത്തേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ സദ്യയുടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സാമ്പാർ, അവിയൽ ഇതെല്ലാം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ എല്ലാ കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചു. പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ വേവിച്ചു. അതിനകത്തേക്ക് പരിപ്പ് വേവിച്ചതും ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ വാളംപുളി വെള്ളം പിഴിഞ്ഞൊഴിച്ചു. പിന്നെ അതിനകത്തേക്ക് സാമ്പാറിൻ്റെ മസാലകളും പിന്നെ ഉള്ളിയും എല്ലാനൊക്കെ കടുകൊക്കെ പൊട്ടിച്ച് അതിനകത്തേക്ക് താളിച്ചൊഴിച്ചു. പിന്നെ നമ്മുടെ കുറച്ച് മല്ലിയിലയും കൂടിയും തൂവിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സദ്യ സൂപ്പർ സാമ്പാർ ഇവിടെ റെഡിയാണ്. പിന്നെ സാമ്പാറിൻ്റെ ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ സാമ്പാർ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഓണമാകുമ്പോൾ എല്ലാ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അവിയൽ റെഡിയാക്കി, ഇഞ്ചിക്കറി റെഡിയാക്കി, മോരുകറി റെഡിയാക്കി, പിന്നെ പാവയ്ക്ക പച്ചടി റെഡിയാക്കി, ബീട്രൂട്ട് പച്ചടി റെഡിയാക്കി, പിന്നെ നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയാക്കി, ഞാൻ പരിപ്പ് പായസം ഉണ്ടാക്കി, പിന്നെ അടപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. പിന്നെ ഞങ്ങളുടെ ഒരു ചെറിയൊരു പൂക്കളമൊക്കെ ഇട്ടു. പിന്നെ പാച്ചോന് വെണ്ണക്ക മുണ്ടൊക്കെ കൊടുത്ത് റെഡിയായി. അതുപോലെ ഞാനും ധാവണിയൊക്കെ കൊടുത്ത് റെഡിയായി. പിന്നെ ഈ ഡ്രസ്സുകളെല്ലാം നമ്മുടെ നോർത്ത് പറവൂരിലുള്ള ഫാഷൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അമ്മ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാനും. അപ്പോൾ ഈ ധാവണിയൊക്കെ ഞാൻ ഉടുത്തു. പിന്നെ കുപ്പിവളയൊക്കെ ഇട്ടു. ഭയങ്കര ആഗ്രഹമായിരുന്നു കുപ്പിവളയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇട്ടു. പിന്നെ ഞങ്ങളുടെ ഓണസദ്യയൊക്കെ കഴിച്ചു 2 തരം പായസമൊക്കെ കൂട്ടി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.